എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുൻഗണനാ റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുവാനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുവാൻ സർക്കാർ ആലോചന നടക്കുകയാണ്. 1100 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളും 800 cc എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങളും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുവാൻ തടസ്സമാകുന്നതല്ല. രണ്ട് നിബന്ധനകളിലും ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. ഉപഭോക്താക്കൾക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൂടി മുൻഗണനാ റേഷൻ കാർഡിന്റെ പരിധിയിൽ വരുന്നതിനാൽ ധനകാര്യ വകുപ്പിന്റെ വിശദമായിട്ടുള്ള പരിശോധനയും അനുമതിയും ആവശ്യമാണ്. ശേഷം സർക്കാർ തലത്തിലായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. നിലവിൽ 2018 സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ ചട്ടം പ്രകാരം 1000 ചതുരശ്ര അടിയാണ് വീടിന്റെ പരിധി. 4 അതിലധികമോ ചക്രമുള്ള വാഹനങ്ങൾ, സ്വയം ഓട്ടിക്കുന്ന ടാക്സി ഒഴികെയുള്ളവരും പരിധിക്ക് പുറത്താണ്. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ 4 ചക്ര വാഹനം ആഡംബരമല്ലെന്ന നിരീക്ഷണത്തിലാണ് 800 cc വരെ എഞ്ചിൻ ശേഷിയുള്ള കാറുകൾക്ക് ഇളവ് നൽകുവാൻ ആലോചിക്കുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള അംഗങ്ങളുടെ യാത്രയ്ക്കായിട്ട് കാറടക്കം ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ട്. 1 ഏക്കറിലധികം ഭൂമി കൈവശമുള്ളവർക്ക് ഭൂമിയുടെ തരം അനുസരിച്ചും പരിഗണന ലഭിക്കുന്നതാണ്. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് വ്യാപകമായിട്ടുള്ള ആവശ്യം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് സിവിൽ സപ്ലൈസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടാണ് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ അനുവദിക്കപ്പെട്ട BPL കാർഡുകളിൽ 5,94,209 എണ്ണം അന്ത്യോദയ അന്നയോജന കാർഡും അതോടൊപ്പം തന്നെ 37,73,184 എണ്ണം മുൻഗണനാ വിഭാഗത്തിലുള്ളതുമാണ്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് പുതുതായിട്ട് 73,024 മുൻഗണനാ കാർഡ് കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് അടുത്ത മാസം മുതൽ സൗജന്യമായിട്ടുള്ള റേഷൻ നൽകി തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.